ഓൺലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നേരിട്ട് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 11-1 അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ സത്സംഗം എന്തോ ഭാഗ്യത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മീനിങ്ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ സത്സംഗിലും ജേണി വിത്തിൻ സെഷനിലും വന്നപ്പോഴാണ് തോന്നിയത്. നമ്മൾക്ക് ആദ്യം കിട്ടിയതൊരു കുറച്ച് ട്യൂളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് എങ്ങനെ പകർത്താം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട്, അതായത് ശരിക്കും കൊച്ചു കുട്ടികളെ നമ്മൾ കയ്യിലെടുത്ത് എങ്ങനെ ലാളിച്ച് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു സത്സംഗത്തിലെ ക്ലാസ്സുകൾ എന്നാണ് ഫീൽ ചെയ്തത്. കാരണം അത്ര സിമ്പിളായിരുന്നു, അത്ര എഫക്റ്റീവായിരുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ എനിക്ക് ആരും പരിചയപ്പെടുത്തുകയല്ല. എനിക്കൊരു പ്രശ്നം വന്നു. ഇപ്പോഴും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഫോൺ അന്വേഷിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മീഡിയയിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു. എനിക്കൊരു വളരെ മോശമായ സ്വഭാവം ഉണ്ടായിരുന്നു. ഭയങ്കര ലോജിക്കലാണ് ഞാൻ. എനിക്കതുകൊണ്ടല്ലോ എൻ്റെ ലോജിക്കിന് പിടിക്കാത്ത എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒന്നും ഞാനങ്ങനെ കേട്ട ഉടനെ വിശ്വസിക്കില്ല. അപ്പം ഞാനിങ്ങനെ കളഞ്ഞു പോകുമ്പോൾ ഒരു വീഡിയോ സാർ എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ സാറിൻ്റെ മുഖത്തെ ശാന്തതയും സാർ പറയുന്ന ആ വാക്കുകളുടെ ഒരു ശരിയൊരു മാസ്മരികതയുണ്ട്. സാറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും, ഒരു സ്നേഹം തോന്നും. അപ്പം ഞാൻ സാറിൻ്റെ കുറച്ചുകൂടി വീഡിയോസ് കണ്ടു. നമ്മൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഉള്ളൊരു ഗ്രേസ്, അതിവിടുത്തെ പാർട്ടിസിപ്പൻസിൻ്റെ ആണെങ്കിലും സാറിൻ്റെ ആണെങ്കിലും, സാർ എപ്പോഴും ആ ഒരു പറയുന്ന പോലെ തന്നെ സെൽഫിലിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്താ പറയുക ലൈവായിട്ട് നമ്മളെ കാണിച്ചു തരുന്ന പോലെയാണ്. ഒരു അണുവെങ്കിലും നമ്മൾ ആ സെൽഫിൽ നിന്ന് മാറി ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സംശയമെങ്കിലും ചോദിച്ചാൽ തിരിച്ച് അപ്പം തന്നെ സാറ് നമ്മളെ വിത്ത് എക്സാമ്പിൾ സെൽഫിലേക്ക് കൊണ്ടുവരും. നമ്മൾ അപ്പം തന്നെ പറഞ്ഞു തരും ഓക്കെ ഇപ്പം മനസ്സിൻ്റെ കളിയാണെന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ലൈഫിൽ മീനിങ്ഫുള്ളായിട്ട് തോന്നിയ ഒരു 2 ദിവസങ്ങളായിരുന്നു ഇത്. എന്തെങ്കിലും അനാവശ്യമായിട്ടൊരു തോട്ട് വരുമ്പോൾ തന്നെ സാർ അപ്പം വിത്ത് എക്സാമ്പിൾ കണ്ടിക്കും അത് ഓക്കെ മനസ്സ് പറയുന്നതാണെന്ന്. അത് തന്നെയാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ. ഇപ്പം മഹർഷിയുടെയൊക്കെ ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇത്രയും ഈസി ആയിട്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാറാണ് അതിനെ ഇങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു സദ്യ കഴിക്കുന്ന രീതിയിൽ ആസ്വദിച്ച് സ്പിരിച്വാലിറ്റിയിൽ സെൽഫ് എൻക്വയറി നമുക്ക് ചെയ്യാം. ഇറ്റ് ഇസ് പോസിബിൾ. ഇത് നമുക്ക് അന്യമല്ല എന്ന് ഉണ്ണികൃഷ്ണൻ സാറാണ് പഠിപ്പിച്ചത്. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. എൻ്റെ ഒരു ചേഞ്ച് ഞാനൊരു 2 years ബിഫോർ ആയിട്ടുള്ള ഞാനും ഇപ്പോൾ ഉള്ള ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒരു ഗുരുനാഥൻ ശിഷ്യന്മാരുടെ അടുത്ത് പോയി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ കാലത്തെങ്ങും ഇല്ല. പക്ഷേ അത് ജേർണി വിതിൽ മാത്രമേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നി ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ സാറിൻ്റെ അപ്രോച്ച്, ഇവിടെ പറഞ്ഞ ഈ ജേർണലിൻ്റെ കാര്യം, സാർ ഇതിന് പ്രിപ്പയർ ചെയ്ത സമയം, ടൈം, അതൊക്കെ ഇത്രമാത്രം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പറഞ്ഞ് തന്ന് മനസ്സിലാക്കി. ഗ്രാറ്റിറ്റ്യൂഡൊന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാളും വലിയൊരു വേർഡുണ്ടോയെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ടാണ് മഹർഷിയെ പോലുള്ള മഹാരഥന്മാരുടെയൊക്കെ ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിലൊക്കെയും ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള ആരുടെ ഗുരുവായിട്ട് കിട്ടിയത് അങ്ങനെ ആയിരിക്കാം. ഇതൊക്കെ സാറ് എല്ലാം എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ ഫോർച്യൂണറ്റുള്ള ആൾക്കാർ ഞങ്ങളാണ്. അതേപോലെ ഈ കണ്ടൻറ്റ് സാറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിങ്സ്, അത് എന്നെ പോലത്തെ ബിഗിനറിന് ഇപ്പോൾ വന്നിട്ട് എനിക്ക് ആകെ 2 മാസമായുള്ളൂ. ആ 2 മാസം കൊണ്ട് ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്ന അങ്ങേയറ്റം ലേണിങ്സ് കാച്ചിക്കുറുക്കി ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി അത് ഡൈസെക്റ്റ് ചെയ്ത് മുന്നിൽ കൊണ്ട് തന്ന് ഓക്കെ ഇതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇത് മനസ്സിലാക്കൂ, ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യൂ എന്നുള്ള ലെവലിലേക്ക് ഈ ഒരു 2 മാസത്തിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു 2013 തുടങ്ങിയതാണ് ഇത്. അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു ഇത്. പക്ഷേ ഈ ഒരു 2 മാസത്തിൽ എനിക്ക് കിട്ടിയ ക്ലാരിറ്റി ഇത്രയും വർഷത്തുനിന്ന് എവിടെ പോയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സാറൊരു ഗ്രേസാണ്. സാറ് ഇത് കീപ്പ് ചെയ്യണം. ഒരുപാട് വർഷം ജീവിച്ചിരിക്കണം. എല്ലാവർക്കും കൊടുക്കണം.